തൃശൂർ പൂരം വിവാദത്തിലെ അന്വേഷണ റിപ്പോർട്ട് DGP ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറും. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ തുടർ നടപടികൾ. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യാതെയാണ് ADGP MR അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട്. ഏറെ വിവാദങ്ങൾക്കൊടുവിൽ 5 മാസത്തിന് ശേഷമാണ് ADGP റിപ്പോർട്ട് സമർപ്പിച്ചത്. റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ. റിനു, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഏതായാലും 5 മാസങ്ങൾക്ക് ശേഷം ഈ പൂരം വിവാദത്തിലെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തുകയാണ്. എപ്പോഴായിരിക്കും DGP റിപ്പോർട്ട് കൈമാറുക? ശ്രുതി, തുളസി, DGPയുടെ അതായത് ADGP വഴിയുള്ള അന്വേഷണ റിപ്പോർട്ട് DGP സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുമെന്നുള്ളതാണ്. ഹോം സെക്രട്ടറി വഴി മുഖ്യമന്ത്രി ഇന്ന് ആ റിപ്പോർട്ട് പരിശോധിക്കും എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ പ്രസംഗിക്കവേ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 24-ാം തീയതിയാണ് ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും അവസാന സമയമായി നൽകിയത്, 2ാം ഘട്ട സമയമായി നൽകിയത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ആ റിപ്പോർട്ട് തൻ്റെ കയ്യിൽ ലഭിക്കും എന്നുള്ളൊരു കാര്യവും പറഞ്ഞിരുന്നു. ഇതിനു മുമ്പ് തന്നെ ഈ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത്, അല്ലെങ്കിൽ എന്ത് സാഹചര്യമാണ് ഈ റിപ്പോർട്ടിലുള്ളത് എന്നതടക്കം നമ്മളടക്കം റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യവുമാണ്. എന്തായാലും ഈ റിപ്പോർട്ടിൽ ദേവസ്വത്തിനെയും അതുപോലെ തന്നെ കമ്മീഷണർ അങ്കിത് അശോകനെയും മാത്രമാണ്, അവരുടെ തെറ്റുകുറ്റങ്ങൾ മാത്രമാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. മറ്റേതെങ്കിലും തരത്തിലുള്ള ശുപാർശയോ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള നടപടികളോ ഒന്നും തന്നെ അതിൽ പറയുന്നില്ല എന്നുള്ളതാണ്. അവിടെ DIG ഉണ്ടായിരുന്നു, IG ഉണ്ടായിരുന്നു. ഇവരുടെ ഒന്നും ഇടപെടലുകളെക്കുറിച്ചൊന്നും ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല എന്നുള്ളൊരു കാര്യവും നമുക്കറിയാം. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് ഈ റിപ്പോർട്ട് പരിശോധിക്കും. പരിശോധിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ ഏത് രീതിയിൽ കൈക്കൊള്ളുക എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട്, അതായത് തൃശ്ശൂർ പൂരം റിപ്പോർട്ട് രാഷ്ട്രീയപരമായി തന്നെ സംസ്ഥാനത്ത് വലിയ രീതിയിൽ ചർച്ചയുണ്ടാക്കിയ ഒരു സാഹചര്യം ഉണ്ട്. നിലവിൽ ഇടതുപക്ഷ പാർട്ടിയെ അല്ലെങ്കിൽ LDFനെ മൊത്തത്തിൽ തന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ച ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഈ തൃശ്ശൂർ ജില്ലയിൽ അല്ലെങ്കിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഏറ്റവും കാരണമായിട്ടുള്ളത് ഈ തൃശ്ശൂർ പൂരം അലങ്കോലമായത് എന്നുള്ളതാണ് വിലയിരുത്തൽ പാർട്ടിയുടെ. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ മുന്നിലെത്തി കൃത്യമായി തന്നെ അത് സംസാരിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി തയ്യാറാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി ഏകദേശം 10 മണിയോടുകൂടി ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തെത്തും എന്നുള്ളതാണ്. എന്തായാലും മുഖ്യമന്ത്രി ഉച്ചയോടുകൂടി മാത്രമായിരിക്കും സെക്രട്ടേറിയറ്റിലേക്ക് എത്തുക എന്നുള്ള വിവരവുമുണ്ട്. തുടർന്ന് ഉച്ചയോടുകൂടി മുഖ്യമന്ത്രി ഈ റിപ്പോർട്ട് കൃത്യമായി തന്നെ പരിശോധിക്കും. പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും തുടർ നടപടികളിലേക്ക് പോവുക. ശ്രുതി.